ശശിനാരായണിലേക്ക് ഒന്ന് പോകാം. ശശിനാരായൺ, അവിടെ നടന്ന ഒരു വാർഡിലേക്ക് മാത്രമാണോ പത്തനംതിട്ടയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്? അതിൽ BJP ജയിക്കുകയായിരുന്നോ? ശശിനാരായണൻ, ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാമെന്ന്. അല്ല, ഒരു വാർഡിൽ മാത്രമാണോ പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്? അതിൽ BJP ജയിക്കുകയായിരുന്നോ? രഞ്ജിത്ത്, 75-ാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ കോൺഗ്രസിൽ നിന്നുള്ള സിറ്റിംഗ് സീറ്റാണ് ഈ BJP പിടിച്ചത്. റാണിയാണ് ജയിച്ചിട്ടുള്ളത്. ഏതായാലും അപ്രത്യക്ഷ വിജയം എന്ന് വേണേൽ പറയാം. BJPക്ക് ഒരു ശക്തി കേന്ദ്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും എന്നാൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. എന്തായാലും BJP സ്ഥാനാർത്ഥി റാണിയാണ് ജയിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്നാണ് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറഞ്ഞാൽ നിരണത്താണ്. നിരണത്ത് 7-ാം വാർഡില് വർഷങ്ങളായി 28 വർഷമായി കുത്തകയിലെത്തിയിട്ടാണ് 218 വോട്ടിന് റെജി കണ്ടത്തിൽ UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. മറ്റു കാര്യം പറയാനുള്ള LDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയത് ഏകയുള്ള സ്ഥലം അരുവാപ്പുറത്താണ്. അരുവാപ്പുറത്തെ 12-ാം വാർഡിൽ മിനി രാജീവാണ് LDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയത്. ഏതായാലും അവിടെ LDF ആണ് വിജയിച്ചിട്ടുള്ളത്. 2 ബ്ലോക്ക് പഞ്ചായത്തിലും UDFന്റെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്തും ഒപ്പം ഈ വല്ലന ബ്ലോക്ക് പഞ്ചായത്തിലെയും ഡിവിഷൻ, ഈ 2 ഡിവിഷനുകളിലും ഈ UDFന്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകളൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയും ഒപ്പം പന്തളം വല്ലന ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന വിവരം നമുക്ക് ലഭിക്കുന്നതിന്റെ ഫലം കൂടി അറിയാണ്ട് 5 ഇടങ്ങളിലാണ് ഇത്തരത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയിൽ നടന്നത്. അതിൽ 3 വാർഡ് തെരഞ്ഞെടുപ്പിനുള്ള വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റ് വീതം BJPയും, ഒരു സീറ്റ് BJPയിലും, ഒരു സീറ്റ് UDFനും, ഒരെണ്ണം LDFനും ലഭിച്ചിരിക്കുന്നു. ഇനി 2 ബ്ലോക്ക് പഞ്ചായത്തിലെ 2 ഡിവിഷന്റെ ഫലമാണ് അറിയാനുള്ളത്. അവിടെ UDF ലീഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. രഞ്ജിത്തെ, ശരി. ഇപ്പോൾ സാഗർ കൂടി ഇടുക്കിയിലുണ്ട്. സാഗർ, ഇടുക്കിയിലെ സാഹചര്യം എന്താണ്? ഒരു പഞ്ചായത്തിൽ ഭരണമാറ്റമുണ്ടായി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ UDF വിജയിച്ചിരിക്കുന്നത്. LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇവിടം. ഈ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ UDF വിജയിച്ചിരിക്കുന്നത്. LDFന് 6, LDFന് 7, UDFന് 7 എന്നതായിരുന്നു ഇവിടുത്തെ കക്ഷിനില. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയി മത്സരിച്ച് വിജയിച്ചയാൾ LDFനൊപ്പം ചേർന്നപ്പോൾ ഈ പഞ്ചായത്ത്, ഈ കരിമണ്ണൂർ പഞ്ചായത്ത് ഭരണം LDF പിടിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, ഇന്നിപ്പോ ഫലം വന്നപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചതോടെ ഈ പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യത ഉണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുമെന്നാണ് UDF നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം UDFന് തന്നെയാണ് ഇപ്പോൾ ഭൂരിപക്ഷം പഞ്ചായത്തിൽ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ തൊടുപുഴയ്ക്ക് അടുത്തുള്ള കരിമണ്ണൂർ പഞ്ചായത്തിൽ ഭരണമാറ്റം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചതോടെ ഏകദേശം പഞ്ചായത്തിൽ ഭരണമാറ്റം വരുമെന്ന് തന്നെയാണ് സാധ്യത. ശരി, VV അരുൺ തുടരുന്നുണ്ട്. അരുണ്, സംസ്ഥാനമൊട്ടാകെ നടന്ന 31 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ ഫലസൂചനകൾ എന്താണ്? ആരൊക്കെയാണ് ഏതൊക്കെ സീറ്റുകൾ ലീഡ് ചെയ്യുന്നത്? ഔദ്യോഗിക കണക്ക് പ്രകാരം നിലവിൽ LDF 10 സീറ്റുകൾ വിജയിച്ചു, UDF 10 സീറ്റുകൾ വിജയിച്ചു. 10-10 നിലവിൽ വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കാണിക്കുന്ന കണക്ക്. 3 NDA വിജയിച്ചു, ഒരിടത്ത് അത് സ്വന്തം സ്ഥാനാർത്ഥിയാകാം. 24 സീറ്റുകളുടെ ഫലമാണ് ഇതുവരെ പുറത്തു വന്നത്. അതിൽ 10-10-3 എന്നതാണ് ഇപ്പോഴത്തെ കക്ഷിനില. 4 സീറ്റിൽ കൂടി UDF ലീഡ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ആകെ സീറ്റ് വിജയിച്ചതും ലീഡ് ചെയ്യുന്നതുമായി 14 ഉയരും. LDF 1 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. അവർ 11 ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDF നേരിയ മേൽക്കൈയുണ്ട്. ഇനിയും 5 സീറ്റുകളുടെ ഫലം കൂടി കൃത്യമായി അറിയാനുണ്ട്. ലീഡിംഗ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും വിജയിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോൾ 10-10-3-1 എന്നുള്ളതാണ് മുന്നണികളുടെയും സ്വതന്ത്രന്റെയും കക്ഷിനില. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും തൽക്കാലം നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് UDFനാണ് സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.